ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സിസ് ടേസ്റ്റി പെൻ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ തന്നെ കുറച്ച് മടിയൊക്കെ ആയത് കാരണം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളുടെ കമൻ്റൊക്കെ ഇടണം. എന്നാലേ എനിക്ക് ഇനിയും വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ഡിഷസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. റമളാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് മനസ്സിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടണം. അപ്പോൾ ഇതുവരെ തന്നതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും വേണം കേട്ടോ. എന്നാലേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാവരും കാണുമ്പോഴൊക്കെ അല്ലേ അതിന് കമൻ്റ് ഇടുമ്പോഴൊക്കെയാണ് അതിനൊരു രസം ഉണ്ടാവുക. പിന്നെ നിങ്ങൾ എൻ്റെ ഡിഷസ് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ജെസ്സിസ് ടേസ്റ്റി പെൻ അടിച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് സാധാരണ വീട്ടിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ. അത് നമുക്ക് വൈകിട്ട് ചായക്കും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റിന് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓറഞ്ച് കേക്കാണ് ഇത്. അപ്പോൾ ഞാൻ ഓവനില്ലാതെ സാധാരണ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഓവനില്ലാത്തവർക്കൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കും നോക്കാം കേട്ടോ. അപ്പോൾ കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഓറഞ്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഓറഞ്ച് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലൈസ് ചെയ്തെടുത്ത ശേഷം അതിനകത്തുള്ള കുരുയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വേവിച്ചെടുത്തിട്ട് നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അടിയിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞു വരണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം. അതായത് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചത് 1 കപ്പായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഓറഞ്ചിന് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. പിന്നെ ബാക്കി വന്ന ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എല്ലാം അടങ്ങിയിട്ടില്ല ഈ ഷുഗറില്ലേ, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അവസാനം കേക്കിൽ ഗ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം പകുതിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓറഞ്ചിന് നല്ലൊരു ഗ്ലേസിങ് ഉണ്ട്. പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ വെള്ളത്തിനും. അപ്പോൾ എല്ലാം ഇതിന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഓറഞ്ച് എസൻസ് ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസൻസ് ഇല്ല എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. അതിന് പകരമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി വാനില എസൻസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും ഒഴിവാക്കാവുന്നതാണ്. ഇത് ഓറഞ്ചിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അതല്ലെങ്കിൽ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ഇങ്ങനെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നല്ല ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്ത 1 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്ത ശേഷം അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ മധുരമുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ച് ജ്യൂസൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ നല്ല മധുരമായിപ്പോവും. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ച് ജ്യൂസാണ് നിങ്ങളിതിൽ ചേർക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴല്ലോ നല്ലൊരു മണം ഒക്കെ കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ അത് ചുരണ്ടി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ ഓറഞ്ചിൻ്റെ വൈറ്റ് പോർഷന് കുടുങ്ങാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്കിനെല്ലാം ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ട് 3 തവണ അരിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിൽ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ നമ്മളുടെ ഈ ബാറ്ററിന്, കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തത്. അതിൽ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ച് സ്ലൈസസ് ഇല്ലേ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓറഞ്ച് സ്ലൈസസ് എല്ലാം വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവനിലല്ല വേവിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ അവൻ ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇതിന് ശേഷം വേണം വേവിക്കാനായിട്ട്. ഏകദേശം ഒരു 45 to 50 മിനിറ്റ്സ് വേണ്ടി വരും. അത് അവനില്ലാത്തവരാണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ഇതുപോലെ കാണിച്ചിട്ടുണ്ട് അവനില്ലാതെ നമ്മൾ എങ്ങനെ ബേക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വലിയൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് ഒരു റിങ്ങോ തട്ടോ എന്തെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ 10 മിനിറ്റ് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ കേക്ക് ബാറ്റർ പതുക്കെ ഒന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 50 to 60 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്ന് നോക്കരുത്. ഒരു 40 മിനിറ്റ്സ് ഒക്കെ ആയ ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 60 മിനിറ്റ്സ് തന്നെ എടുത്തു, അതായത് 1 അവർ തന്നെ എടുത്തിട്ടുണ്ട് ഇത് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ, അതിനിടയ്ക്ക് ഞാൻ ഒരൊറ്റ തവണ മാത്രമേ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 50 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡെല്ലാം ഞാനൊരു കത്തി വെച്ചിട്ടൊന്ന് വിടിയിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ആ ഓറഞ്ചൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചൂടാറാനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ സിറപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഓറഞ്ച് ഷുഗർ സിറപ്പ്, അത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും നമ്മുടെ കേക്കിന്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ല അത്രയും ഷുഗറൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഈ എന്താണ് ആദ്യം നമ്മൾ ചെയ്ത ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയില്ലേ, ആ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ ഓറഞ്ചിൻ്റെ സ്ലൈസസും വേണ്ട, അതൊക്കെ ഒരു ഓപ്ഷണലാണ്. കാണാനുള്ളൊരു ഭംഗിയും പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് മധുരമാണെന്നൊക്കെ തോന്നുന്നവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ല ഹൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്കിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ടേസ്റ്റ് പറയണ്ട, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കണ്ടോ, നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് 2 kg കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട എങ്കിൽ എല്ലാം ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ പകുതി എടുത്താൽ മതി. നമ്മൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ 1 കപ്പ് ചേർത്താൽ മതി. അതുപോലെ തന്നെ 4 കോഴിമുട്ട ചേർത്ത് കൊടുത്ത സ്ഥാനത്ത് 2 എണ്ണം ചേർത്താൽ മതി. പഞ്ചസാര 1/2 കപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ എല്ലാം പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കിലോയുടെ കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കേക്കാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരല്പം കൂടി ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഈ കേക്കിന്, ഓറഞ്ചിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസിയാണ്. ഓറഞ്ച് മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോട്ടോ അയച്ചു തരണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.